മുട്ടിൽ മരമുറിക്കൊള്ളയിൽ വനവാസികളോട് അഗസ്റ്റിൻ സഹോദരന്മാർ കാണിച്ചത് കൊടും വഞ്ചന. തട്ടിപ്പിലൂടെ അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയ മരങ്ങളുടെ പണം തിരിച്ചടയ്ക്കാൻ റവന്യൂ വകുപ്പ് വനവാസികൾക്ക് വീണ്ടും നോട്ടീസ് നൽകി. 7,000 രൂപ വരെ ലഭിച്ച മരങ്ങൾക്ക് 1.5 കോടിയോളം രൂപ തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. മാത്രമല്ല, ഭൂമിയുടെ കരമടച്ച രേഖകളും അഗസ്റ്റിൻ സഹോദരന്മാർ കൊണ്ടുപോയെന്ന് വനവാസികൾ പറയുന്നു. വയനാട് മുട്ടു വില്ലേജിലെ ആവിലാട്ട് വനവാസി കോളനിയിലേക്ക് ഞങ്ങളെത്തുമ്പോൾ ദയനീയമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. കുത്തനെയുള്ള വഴികൾ കടന്നു വേണം ഇവിടെ എത്താൻ. വീടുകളുടെ അവസ്ഥയും ദയനീയം. ഈ കുടുംബങ്ങളെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ക്രൂരമായി വഞ്ചിച്ചത്. ലക്ഷങ്ങൾ വില വരുന്ന വീട്ടുമരങ്ങൾക്ക് അഗസ്റ്റിൻ സഹോദരന്മാർ ഇവർക്ക് നൽകിയത് 7,000 രൂപ വരെ. മരം മുറിക്കാൻ സർക്കാരിൻ്റെ ഉത്തരവുണ്ടെന്നും ഉറപ്പു നൽകി. പക്ഷേ ഇപ്പോൾ 80 ലക്ഷം വരെ ഒരു മരത്തിന് തിരിച്ചടയ്ക്കേണ്ട ഗതികേടിലാണ് ഈ വനവാസി കുടുംബങ്ങൾ. ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല, നീതിയൊക്കെ കൊണ്ട് പഞ്ചായത്തിൽ കാണിച്ചാൽ മരമൊക്കെ മുറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരം മുറിച്ചുകൊണ്ട് പോയത്. വേറെ ഒന്നറിയാം, എല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഓർഡറുണ്ട്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയെന്നാണ് ഈ മുറിച്ചുകൊണ്ട് പോയ ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും പഞ്ചായത്തിന്റെ ഓർഡറൊന്നും ഞങ്ങൾക്കറിയില്ല. അവർ വന്ന് മരം മുറിച്ച് ഇവർക്ക് ഒരു 7,000 രൂപ മറ്റേ അഡ്വാൻസ് കൊടുത്തു. അവർക്കൊരു 4,000 രൂപ അഡ്വാൻസ് കൊടുത്തു. 3 വീട്ടിക്ക് 4,000 രൂപ അഡ്വാൻസ് കൊടുത്തുള്ളൂ. ആ അഡ്വാൻസ് അവർ വാങ്ങി ബാക്കി മരം കയറ്റുമ്പോഴേ തരുള്ളൂ എന്ന് പറഞ്ഞു. ഉത്തരവാദിത്തോടെയാണ് അവർ മരം മുറിച്ചത്. ഇവിടുന്ന് മരം കൊള്ളയിൽ പ്രതികളായെന്ന് മാത്രമല്ല, ഇവരുടെ കരമടച്ച രസീതുകളും അഗസ്റ്റിൻ സഹോദരന്മാർ കൊണ്ടുപോയി. ഇനി ഇതുപയോഗിച്ച് അടുത്ത തട്ടിപ്പ് നടത്തുമോ എന്നതാണ് ഇവരുടെ ആശങ്ക. വയനാട് കുപ്പാടിയിലെ ഈ ചില്ലറ തടി വിൽപ്പന കേന്ദ്രത്തിലാണ് അഗസ്റ്റിൻ സഹോദരന്മാർ മുറിച്ചു കടത്താൻ ശ്രമിച്ച കോടികളുടെ തടി സൂക്ഷിച്ചിരിക്കുന്നത്. വനവാസികളെ ഉൾപ്പെടെ വഞ്ചിച്ചുകൊണ്ട് കോടികളുടെ മരം കൊള്ളയാണ് ഇവർ ലക്ഷ്യമിട്ടതെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ അനീഷ് കുമാറിനൊപ്പം ആർ രാജീവ്, ജനം.